ചേമ്പിലയിൽ കാൽസ്യം ഓക്സലേറ്റ് എന്ന രാസപദാർത്ഥം അടങ്ങിയിരിക്കുന്നതിനാൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കർക്കിടക മാസത്തിൽ നിങ്ങൾ ചേമ്പില തോരൻ വച്ച് കഴിക്കരുത്. കർക്കിടക മാസത്തിൽ ചേമ്പില തോരൻ ശരിയായ രീതിയിൽ തയ്യാറാക്കി മിതമായ അളവിൽ കഴിച്ചാൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഇരുമ്പ്, കാൽസ്യം എന്നിവ ലഭിക്കുന്ന ആരോഗ്യകരമായ ഒരു പരമ്പരാഗത ഭക്ഷണമാണ് ചേമ്പില. മഴക്കാലത്ത് ശരീരത്തിന് ചൂടും ഊർജവും നൽകുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചേമ്പില. അതുകൊണ്ട് തന്നെ പഴമക്കാർ കർക്കിടക മാസത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഇലയാണ് ചേമ്പില. കർക്കിടക മാസത്തിൽ ചേമ്പില തോരൻ ശരിയായ രീതിയിൽ തയ്യാറാക്കി മിതമായ അളവിൽ കഴിച്ചാൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഇരുമ്പ്, കാൽസ്യം എന്നിവ ലഭിക്കുന്ന ആരോഗ്യകരമായ ഒരു പരമ്പരാഗത ഭക്ഷണമാണ് ചേമ്പില. മഴക്കാലത്ത് ശരീരത്തിന് ചൂടും ഊർജവും നൽകുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചേമ്പില. അതുകൊണ്ട് തന്നെ പഴമക്കാർ കർക്കിടക മാസത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഇലയാണ് ചേമ്പില. വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കണ്ണുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. വിറ്റാമിൻ സിയും വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകവുമാണ്. ഈ ചേമ്പില മുറിക്കുന്നത് എൻ്റെ അമ്മയാണ്. നമ്മുടെ പരിസരത്ത് നമ്മളെ വീട്ടിൻ്റെ സൈഡിൽ നട്ട് വളർത്തിയിട്ടുള്ള ചേമ്പാണ്. നമ്മളിത് കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാത്ത മാസങ്ങളിൽ ഉപയോഗിക്കും, എന്നാൽ കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ചേമ്പില നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൽ പൊടിയും മണ്ണും ഒക്കെ പിടിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ നന്നായിട്ട് ഈ ചേമ്പില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നമ്മൾ ചേമ്പിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുമ്പോഴും കയ്യിൽ അല്പം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമ്മൾ ചേമ്പില കട്ട് ചെയ്യുകയും കഴുകുകയും ചെയ്താൽ നമുക്ക് ചൊറിച്ചിൽ, ചിലർക്ക് അലർജി മൂലം ചൊറിച്ചിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചേമ്പില കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണ തൂവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നാരുകളൊന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, തണ്ടിൽ നിന്ന് ഒരല്പം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ നാരുകൾ നമുക്കെടുത്ത് കളയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെ നാരുകളൊന്നും എടുക്കണ്ട, അതിലാണ് കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതെന്ന്. പക്ഷെ ഞാൻ എന്തായാലും നാരുകൾ എടുത്താണ് കറി വച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നാരുകൾ എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇലയുടെ ആ അടിഭാഗത്തും നല്ല കട്ടിയിലിരിക്കുന്ന ആ ഒരു ഭാഗത്തെയും നാരുകൾ നമുക്ക് നന്നായിട്ട് മാറ്റി കൊടുക്കാം. കണ്ടോ, ഒരു ചേമ്പിലയിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം നാരുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ട് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. തണ്ടിന് വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ തണ്ടാണ് ആദ്യം കട്ട് ചെയ്ത് വേവിക്കുന്നത്. അതിന് ശേഷമാണ് ഇല കട്ട് ചെയ്ത് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തണ്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ചേമ്പിലയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം മെച്ചപ്പെടുത്തുന്നത് വഴി മലബന്ധം സുഗമമാക്കുന്നു. പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിലെ സോഡിയത്തിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ സഹായിക്കുകയും മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയവ ചേമ്പിലയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അസ്ഥികളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ രക്തക്കുറവ് തടയാൻ സഹായിക്കുന്നുണ്ട്. ചേമ്പിലയിൽ ധാരാളം നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളതിനാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. കുറഞ്ഞ കലോറിയും കൂടുതൽ നാരുകളും ഉള്ളതിനാൽ വയർ നിറഞ്ഞൊരു തോന്നലുണ്ടാവുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ ഇതുവഴി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചേമ്പിലയിൽ പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരകോശങ്ങളെ ഓക്സിഡേറ്റ് നാശത്തിൽ നിന്നും സഹായിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചേമ്പിലയിൽ കാൽസ്യം ഓക്സലേറ്റ് എന്ന പദാർത്ഥം അടങ്ങിയിരിക്കുന്നതിനാൽ നന്നായി വേവിക്കാതെ കഴിച്ചാൽ തൊണ്ടയിൽ ചൊറിച്ചിൽ, കുത്തൽ ഇവ ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം ചേമ്പില തോരൻ വെച്ച് കഴിക്കുക. ഒന്ന് ചെറുതായിട്ട് കൊത്തിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടി പൊടിയായിട്ട്
അരിഞ്ഞെടുക്കാം. അല്ലാതെ നമ്മൾ അരിയുകയാണെങ്കിൽ നൂഡിൽസ് പോലെ കിടക്കുന്നതാണ്. അതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടി അത് എടുത്ത് ഒന്നുകൂടി കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നൂഡിൽസ് പോലെ കിടക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ തോരത്തിന് ആവശ്യമായ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ എടുക്കേണ്ട ആവശ്യമില്ല, കാര്യം നമ്മുടെ ചേമ്പില വെന്ത് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി കുറയും. അതുകൊണ്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം. എരിവിനാവശ്യത്തിന് നമ്മൾ കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഉഴുന്ന് വേണമെങ്കിലും ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉഴുന്നൊന്ന് നല്ലൊരു മണം വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി ഇഷ്ടമുള്ളവർക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ട് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തണ്ട് വേവിക്കുന്ന സമയത്ത് തന്നെ തോരത്തിന് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല ചേർത്തതിന് ശേഷം അധികം ഉപ്പ് ചേർക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ തണ്ടിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ വേവിച്ചിട്ട് വേണം നമ്മൾ ഈ ചേമ്പില തോരൻ തയ്യാറാക്കി കഴിക്കാനായിട്ട്. ഇപ്പം വാടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ഇല കൂടി ചേർത്ത് കൊടുക്കാം. തണ്ട് നന്നായിട്ടൊന്ന് വാടി ഒരുവിധം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇല ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇലയ്ക്ക് വേവ് കുറവും തണ്ടിന് കുറച്ചുകൂടി വേവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് തണ്ട് ആദ്യം ചേർത്ത് കൊടുക്കണമെന്ന്. ഇത് നമുക്കിതിലേക്ക് ഇല കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഈ സമയത്ത് നമ്മൾ ഇളക്കുന്നില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ലോയിലോട്ട് മാറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് നൂഡിൽസ് പോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പരുവമായിരിക്കും. നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ ഇത് നല്ലതുപോലെ വിട്ടുവരും. ആ ടൈം വരെ നമുക്കിത് വേവിച്ച് കൊടുക്കാം. നമ്മൾ ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ചേമ്പിലയിൽ ആവിയെല്ലാം കയറി ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടില്ല. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചേമ്പിൽ വാടി വരുമ്പം കുറവായിരിക്കും, കണ്ടോ, അതാണ് അരപ്പ് മുന്നിട്ട് നിൽക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടത്തിന് വേറൊരു രീതിയിൽ കൂടി നമുക്കിത് തയ്യാറാക്കാം. ഇപ്പം ഞാൻ ഹസ്ബൻഡിന് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് കോരി മാറ്റിയതിന് ശേഷം മോന് വേറൊരു രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. അതായത് ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1-2 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഇത് കൂടുതൽ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്ക് ഇതെന്ത് തോരനാണെന്ന് അറിയാനും പറ്റത്തില്ല, എന്നാൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. ഞാനിങ്ങനെയാണ് എൻ്റെ മോന് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഏത് രീതിയാണോ മുട്ട ചേർത്തോ ചേർക്കാതെയോ തയ്യാറാക്കാവുന്നതാണ്. മുട്ട ചേർക്കുമ്പോഴാണ് എൻ്റെ മോൻ കഴിക്കുന്നത്, അല്ലാതെ അവൻ എന്തോ പോലെ വേണ്ടാന്ന് പറയും. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് തയ്യാറാക്കി കൊടുക്കുക. ഇത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.